ഏജിങ് അഥവാ നേരത്തെ തന്നെ പ്രായമായതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ സ്കിന്നിൽ വരുന്നത് സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്നത് കൊണ്ടാണ്. എന്തുണ്ടോ എന്ന് നോക്കുക. 30 ആണെങ്കിലാണ് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ. വേറൊരു കാര്യം നോക്കേണ്ടത് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടോയെന്ന്. കൂടുതലായിട്ട് സൺസ്ക്രീമാണ് കൂടുതലായിട്ട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് ആയുർവേദിക് പ്രൊഡക്ട്സ് അവൈലബിൾ ആണെന്ന് നോക്കാം. ആദ്യത്തേത്, ഹലോ, ഞാൻ ഡോക്ടർ ആതിരാദീപ്. ഇന്നത്തെ വീഡിയോ സൺസ്ക്രീമിനെ കുറിച്ചാണ്. ഏതാണ് സൺസ്ക്രീം ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ? ആയുർവേദിക് പ്രൊഡക്ട്സ്, സൺസ്ക്രീം ആയുർവേദിക് പ്രൊഡക്ട്സ് ഉണ്ടോ? എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ നിർബന്ധമായി യൂസ് ചെയ്യേണ്ട ഒരു ക്രീമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. നിങ്ങൾക്കറിയാമോ, 80% പ്രീമേച്ചേർഡ് സ്കിൻ ഏജിങ് അഥവാ നേരത്തെ തന്നെ പ്രായമായതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ സ്കിന്നിൽ വരുന്നത് സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണത്? ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, ഓസോണിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഹാംഫുൾ റേസ് നമ്മുടെ ഭൂമിയിൽ പതിക്കുകയും അതുകൊണ്ട് തന്നെ സ്കിൻ പ്രോബ്ലംസ് കൂടും. അപ്പം UV റേസ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ കൂടുതലായിട്ട് ചുളിവുകളും ഈവൻ സൺബേൺ, ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഏത് സൺസ്ക്രീമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് എങ്ങനെയാണ് നോക്കുക? ആദ്യത്തേത് SPF 15 എങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 30 ആണെങ്കിലാണ് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നത്. UVB റേസിൽ നിന്ന് നല്ലൊരു സംരക്ഷണം ലഭിക്കുന്നതാണ്. അടുത്ത പോയിന്റ് തന്നെ PA+ ഉണ്ടോ നോക്കുക. അത് പറഞ്ഞാൽ നേരത്തെ SPF എന്ന് പറയുമ്പോൾ അൾട്രാവയലറ്റ് റേസ് B മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുള്ളൂ. PA+ ഉണ്ടെങ്കിൽ UVA റേസിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നാണ് അർത്ഥം. അടുത്തത് നമുക്ക് നോക്കാവുന്നത് ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ഉണ്ടോ നോക്കുക. അത് UVA റേസിനും UVB റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. വേറൊരു കാര്യം നോക്കേണ്ടത് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടോയെന്ന്. കൂടുതലായിട്ട് വേർക്കുന്നവർക്ക് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ നോൺ ഗ്രീസി അവൈലബിൾ ആണ്, നോൺ കൊമോഡോജനിക് അവൈലബിൾ ആണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പോഴ്സിനെ അടയാതെ സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ മുഖക്കുരു പ്രോൺ ആയിട്ടുള്ളവർക്ക് ഇത് തേക്കാവുന്നതാണ്. ഡയറക്റ്റ് ഏത് പ്രൊഡക്റ്റാണ് നല്ലത്, അത് ബ്രാൻഡാണ് നല്ലത് എന്നുള്ള സംശയത്തിന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന മൂന്ന് ബ്രാൻഡ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഈ 3 സൺസ്ക്രീമാണ് കൂടുതലായിട്ട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് ആയുർവേദിക് പ്രൊഡക്ട്സ് അവൈലബിൾ ആണെന്ന് നോക്കാം. ആദ്യത്തേത്, പതഞ്ജലി ഹെർബൽ സൺസ്ക്രീംസ് അവൈലബിൾ ആണ്. അതിന് SPF 30 ആണ്. പിന്നെ കാമ ആയുർവേദ നാച്ചുറൽ സൺസ് പ്രൊട്ടക്ഷൻ SPF 21 ആണ്. ഹിമാലയ സൺസ്ക്രീം അവൈലബിൾ ആണ്, പക്ഷേ അതിന് SPF 15 ഉള്ളൂ. 15 ഓക്കെയാണ്, പക്ഷേ 30 ഉണ്ടെങ്കിൽ കൂടുതലായിട്ടൊരു പ്രൊട്ടക്ഷൻ ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.